എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 27-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 2024-ലെ ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം. 2024-ലെ ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നത് ശ്രീലങ്കയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വേദികൾ ഇമ്പോർട്ടന്റ് ആണ്, സോ മറന്നു പോകാതെ തന്നെ പഠിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024-ലെ 50-ാമത് G7 ഉച്ചകോടിയുടെ വേദി ഏതാണ്? 2024-ലെ 50-ാമത് G7 ഉച്ചകോടി വേദി ഇറ്റലിയാണ്. ഇതും ഒരു വേദിയാണ്, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ കപ്പൽ ഇടിച്ച് തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? 2024 മാർച്ചിൽ കപ്പൽ ഇടിച്ചു തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? അമേരിക്ക. നമ്മുടെ നാലാമത്തെ ചോദ്യം, MT വാസുദേവൻ നായരുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി KP സുധീര എഴുതിയ പുസ്തകം ഏതാണ്? MT ഏകാകിതയുടെ വിസ്മയം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, MT ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? KP സുധീരയാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, താങ്ങും തണലും ഇല്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന കുടുംബശ്രീയുടെ സാന്ത്വന പരിചരണ പദ്ധതിയുടെ പേരെന്താണ്? അതായത് ആരും സഹായിക്കാൻ ഇല്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന കുടുംബശ്രീയുടെ സാന്ത്വന പരിചരണ പദ്ധതിയുടെ പേരാണ് K4 കെയർ. എന്താണ്? K4 കെയർ, ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, ലോക നാടക ദിനം എന്നാണ്? ലോക നാടക ദിനം മാർച്ച് 27-നാണ്. ഈ വർഷത്തെ നാടക ദിനത്തിന്റെ തീമാണ് തിയേറ്റർ ആൻഡ് എ കൾച്ചർ ഓഫ് പീസ്. എന്താണ്? തിയേറ്റർ ആൻഡ് എ കൾച്ചർ ഓഫ് പീസ്, ഓർത്തിരിക്കുക. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ദ ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദ ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന പുസ്തകം എഴുതിയത് സാം പിട്രോഡയാണ്. ആരാണ്? സാം പിട്രോഡ. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ചിലിയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ്? ചിലിയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് അഭിലാഷ് ജോഷിയാണ്. ആരാണ്? അഭിലാഷ് ജോഷി. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, 2024-ലെ ആദ്യ ചന്ദ്രഗ്രഹണം നടന്നത് ഏത് ദിവസമാണ്? 2024-ലെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം നടന്നത് മാർച്ച് 25-നാണ്. 2024-ലെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം എന്നാ നടന്നേ? മാർച്ച് 25. നമ്മുടെ പത്താമത്തെ ചോദ്യം, 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഇ സിഗരറ്റുകൾക്ക് അടുത്തിടെ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? അതായത് 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇ സിഗരറ്റുകൾക്ക് അടുത്തിടെ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ന്യൂസിലൻഡ്. ഏത് രാജ്യമാണ്? ന്യൂസിലൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ 11ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് സൗദി അറേബ്യയിലെ റിയാദിലാണ്. എവിടെയാണ്? സൗദി അറേബ്യയിലെ റിയാദിലാണ്. ആനിമേഷൻ സിനിമയായ ഡ്രാഗൺ ബോളിനെ പ്രമേയമാക്കിയാണ് ഈ പാർക്ക് നിർമ്മിക്കുന്നത്. എന്താണ്? ആനിമേഷൻ സിനിമയായിട്ടുള്ള ഡ്രാഗൺ ബോളിനെ പ്രമേയമാക്കിയിട്ടാണ് ഈ ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്കായിട്ട് ഡ്രാഗൺ ബോൾ തീം പാർക്ക് സൗദി അറേബ്യയിലെ റിയാദിൽ നിർമ്മിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ 12ാമത്തെ ചോദ്യം, 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. ആരാണ്? സുനിൽ ഛേത്രി, ഓർത്തിരിക്കുക. നമ്മുടെ 13ാമത്തെ ചോദ്യം, 2020 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? 2020 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. ഈ കഴിഞ്ഞ IPL മത്സരത്തിലാണ് വിരാട് കോഹ്ലി റെക്കോർഡ് പൂർത്തിയാക്കിയത്. പഞ്ചാബിനെതിരെ ഹാഫ് സെഞ്ചുറി അടിച്ചതോടുകൂടിയാണ് 2020 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ താരമായി വിരാട് കോഹ്ലി മാറിയതെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ 14ാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഒരു ടീമിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം ഏതാണ്? സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. 277 റൺസ് ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയത്. മുംബൈ ഇന്ത്യൻസിനെതിരെയാണ് സൺറൈസേഴ്സ് ടീമിന്റെ ഈ നേട്ടം. തകർത്തത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ റെക്കോർഡായിരുന്നു എന്നും കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഒരു ടീമിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം ഏതാണ്? സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റൻ ആരാണ്? പാറ്റ് കമ്മിൻസ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് വേണ്ടവർ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.